بسم الله الرحمن الرحيم إن كانت إلا صيحة واحدة فإذا هم خامدون അതൊരു ഘോരഗർജനം മാത്രമായിരുന്നു. അപ്പോഴേക്കും അവരൊക്കെയും നാമാവശേഷമായി. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ആ അടിമകളുടെ കാര്യമെത്ര ദയനീയം! അവരിലേക്ക് ചെന്ന് ഒരൊറ്റ ദേവദൂതനെപ്പോലും അവർ പുച്ഛിക്കാതിരുന്നിട്ടില്ല. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. പിന്നെ അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇതൊന്നും ഇക്കൂട്ടർ കാണുന്നില്ലേ? وإن كل لما جميع لدينا محضرون സംശയമില്ല, അവരെല്ലാം നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون ഈ ജനത്തിന് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമിതാ. ചത്തുകിടക്കുന്ന ഭൂമി നാം അതിനെ ജീവനുള്ളതാക്കി, അതിൽ ധാരാളം ധാന്യം വിളയിച്ചു, എന്നിട്ട് അതിൽ നിന്നിവർ തിന്നുന്നു. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون നാം അതിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി, അതിലെത്രയോ ഉറവകൾ ഒഴുക്കി. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون അതിന്റെ പഴങ്ങൾ ഇവർ തിന്നാനാണിതെല്ലാം ഉണ്ടാക്കിയത്. ഇവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയവയല്ല ഇതൊന്നും. എന്നിട്ടും ഇക്കൂട്ടർ നന്ദി കാണിക്കുന്നില്ലേ? سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون ഭൂമിയിൽ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ, മനുഷ്യവർഗം, മനുഷ്യർക്കറിയാത്ത മറ്റനേകം വസ്തുക്കൾ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ! وآية لهم الليل نسلخ منه النهار فإذا هم مظلمون രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അതോടെ ഇവർ ഇരുളിലകപ്പെടുന്നു. والشمس تجري لمستقر لها ذلك تقدير العزيز العليم സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിന്റെ സൂക്ഷ്മമായ പദ്ധതി അനുസരിച്ചാണത്. والقمر قدرناه منازل حتى عاد كالعرجون القديم ചന്ദ്രനും നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായിത്തീരുന്നു. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യനു സാധ്യമല്ല, പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല. എല്ലാ ഓരോന്നും നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. وآية لهم أنا حملنا ذريتهم في الفلك المشحون ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്.
وخلقنا لهم من مثله ما يركبون. ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും. അപ്പോഴിവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല, ഇവർ രക്ഷപ്പെടുകയുമില്ല. إلا رحمة منا ومتاعا إلى حين. അങ്ങനെയൊന്ന് സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഇവർ നിശ്ചിത പരിധിവരെ ജീവിതസുഖം അനുഭവിക്കാനും. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കാനിരിക്കുന്നതും പിറകിൽ സംഭവിച്ചു കഴിഞ്ഞതുമായ വിപത്തുകളെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം എന്ന് ഇവരോടാവശ്യപ്പെട്ടാൽ ഇവരത് തീരെ ശ്രദ്ധിക്കുകയില്ല. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. ഇവർക്ക് തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊന്ന് വന്നെത്തിയാലും ഇവരത് പാടെ അവഗണിച്ചു തള്ളുന്നു. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നാവശ്യപ്പെട്ടാൽ സത്യനിഷേധികൾ വിശ്വാസികളോട് പറയും, അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ ഇവർക്ക് അന്നം നൽകുമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇവർക്ക് എന്തിന് അന്നം നൽകണം? നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെ. ويقولون متى هذا الوعد إن كنتم صادقين. ഇക്കൂട്ടർ ചോദിക്കുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. യഥാർത്ഥത്തിൽ അവർ കാത്തിരിക്കുന്നത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ്. അവരന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും. فلا يستطيعون توصية ولا إلى أهلهم يرجعون. അപ്പോഴിവർക്ക് ഒരു വസിയത്ത് ചെയ്യാൻ പോലും സാധിക്കുകയില്ല, തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും കഴിയില്ല. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോഴിവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്കലേക്ക് കുതിച്ചോടും. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തി എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് ആ പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ. ദേവദൂതന്മാർ പറഞ്ഞത് സത്യം തന്നെ. صيحة واحدة فإذا هم جميع لدينا محضرون. അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴേക്കും അവരതാ ഒന്നടങ്കം നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നു. فاليوم لا تظلم نفس شيئا ولا تجزون إلا
تعملون അന്നാളിൽ ആരോടും അല്പവും അനീതിയുണ്ടാവില്ല. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്കുണ്ടാവുക. إن أصحاب الجنة اليوم في شغل فاكهون സംശയം വേണ്ട, അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും.